വഖഫ് ബോർഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആം ആദ്മി എംഎൽഎ അമാനത്തുള്ള ഖാനെ ഇഡി അറസ്റ്റ് ചെയ്തു. ഡൽഹി വഖഫ് ബോർഡ് മുൻ ചെയർമാനായ അമാനത്തുള്ള ഖാന്റെ വസതിയിൽ ഇന്ന് രാവിലെ മുതൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. വിഷയത്തിൽ ഡൽഹി അഴിമതി വിരുദ്ധ ബ്യൂറോയും സിബിഐയും അന്വേഷണം നടത്തുന്നുണ്ട്. ഡൽഹി ഓഖ്ലയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് ആം ആദ്മി എംഎൽഎയും ഡൽഹി വഖഫ് ബോർഡ് മുൻ ചെയർമാനുമായ അമാനത്തുള്ള ഖാനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ഡൽഹി വഖഫ് ബോർഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നടപടി. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ മറിച്ചുവിറ്റതും ബോർഡിലെ അനധികൃത നിയമനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലും 2020 ആദ്യം ഡൽഹി അഴിമതി വിരുദ്ധ ബ്യൂറോയും സിബിഐയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീടാണ് കേസിലെ അനധികൃത പണമിടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. കേസിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അഴിമതി വിരുദ്ധ ബ്യൂറോ അമാനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് റോസ് അവന്യൂ കോടതി ജാമ്യത്തിൽ വിട്ടു. അഴിമതിയും കള്ളപ്പണ ഇടപാട് കേസുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടർച്ചയായി പിടിയിലാകുന്നത് ആം ആദ്മി പാർട്ടിയെ തീർത്തും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അഴിമതിക്കാരും ക്രിമിനലുകളും മാത്രമാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയിൽ ബാക്കിയുള്ളതെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചു. അതേസമയം പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം കേസുകളെന്നാണ് ആം ആദ്മി നേതൃത്വത്തിന്റെ വിശദീകരണം. ജനം, ഡൽഹി.